ഇപ്പോൾ കോഴിക്കോട്ട് ഒരു പ്രതിഷേധം നടക്കുകയാണ്. ലോറി ഡ്രൈവർമാരുടെ പ്രതിഷേധം. ഇപ്പോൾ അർജുനെ കാണാതായിട്ട് 5-ാം ദിവസമാകുന്നു. ഇവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അർജുനെ രക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. VS രഞ്ജിത്തിന്റെ വിവരങ്ങളുമായി. VS, ഇപ്പോൾ സേവ് അർജുൻ എന്ന ബാനറുമേന്തി ലോറി ഡ്രൈവർമാരുടെ പ്രതിഷേധം, അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണോ? സ്മൃതി, ഇത് ലോറി ഡ്രൈവർമാരും ലോറി ജീവനക്കാരും ലോറി തൊഴിലാളികളുമായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിൽ പന്തം കൊളുത്തി മെഴുകുതിരിയുമായി സേവ് അർജുൻ. ഇത്ര മണിക്കൂറുകളായി, 106 മണിക്കൂർ പിന്നിടുന്നു. അർജുൻ മണ്ണിനടിയിൽ കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമല്ല, രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ള അഭിപ്രായം ഈ സംഘടനകൾക്കും പ്രവർത്തകർക്കുമുണ്ട്. ഇവരിൽ ഒരാളാണ്, ഇവരെപ്പോലെ ഒരാളാണ്, ജീവനും ജീവിതവുമാണ് മണ്ണിനടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു സമരവുമായി കലക്ട്രേറ്റിലേക്ക് എത്താനുള്ള കാരണം? ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തിയില്ലേ? അവിടെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. പറച്ചിലിങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും, അവിടെ നോക്കി ഇവിടെ നോക്കി എന്നൊക്കെ. ഇതുവരെ ഒരു സംഗതിയും അവിടെ നടന്നിട്ടില്ല. ഒരു ലോറി ഉടമ അല്ലെങ്കിൽ ലോറി ഉടമകളുടെ കൂട്ടായ്മ എന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? അവിടെ നിങ്ങൾക്ക് കൂടി രക്ഷാപ്രവർത്തനം നടത്തണമെന്നൊരു ആവശ്യമുണ്ടോ? ഉണ്ട്. ഞങ്ങൾ പോയിക്കോളൂ. JCB ഓടിക്കാനറിയാം, ടിപ്പർ ഓടിക്കാനറിയാം, ലോറി ഓടിക്കാനറിയാം, എല്ലാ സംഗതികളും നമുക്ക് ഓടിക്കാനറിയാം. ഇവർക്ക് കഴിയില്ല. ഇവർ ആ കാര്യങ്ങളൊന്ന് പറയട്ടെ, നമ്മൾ പോയി നോക്കിക്കോളാം. ഇതുവരെ ഒരു 20 അടി മണ്ണ് പോലും എടുത്തിട്ടില്ല. 200 അടി താഴ്ചയിലാണ് ലോറി കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതുവരെ അവിടെ ഒന്നും നടന്നിട്ടില്ല. എന്താണ് നിങ്ങളുടെ? നമ്മളെ പ്രിയപ്പെട്ട ഒരു സഹോദരന് ഈ മണ്ണിൻ്റെ അടിയിലായി കിടക്കുന്നത് 4-5 ദിവസമായി. ഇതുവരെ നമ്മൾ അധികാരികൾ ഒന്നും അവന് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷനും ഇതുവരെ കാര്യമായിട്ട് പോയിട്ടില്ല. അവിടെ പണിയെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 1-2 JCB വന്ന് വണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ടിപ്പർ വന്ന് മണ്ണ് മാറ്റുന്നുണ്ട്. അതുകൊണ്ടൊന്നും എവിടെ എത്തൂല. ഒരാളെ ജീവൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. മെനിയാന്ന് വരെ ഫോൺ ഓണാണെന്ന് പറയുന്ന കേൾക്കാമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അത് ഒന്ന് എത്രയും പെട്ടെന്ന് ആക്കി കിട്ടിയാൽ, അഥവാ ജീവൻ ബാക്കി നിൽക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഉപകാരമായിരുന്നു. അപ്പോൾ ആരും നമ്മളെ വാക്കുകൾ അങ്ങോട്ട് എടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ വളരെ ചെറിയ നോട്ടീസിൽ ഇത്രയും ആളുകൾ വന്നിരിക്കുന്നു, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് പ്രധാനമായിട്ടും നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം? നമുക്കിപ്പോൾ ഏറ്റവും അവസാനം പൊതുസമൂഹം ഉണർന്നു, നമ്മുടെ മാധ്യമപ്രവർത്തകർ, അധികാരികളൊക്കെ ഉണർന്നു എന്ന് പറയുമ്പോഴും ഇത്രയും സീരിയസ് ആയിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരത്തിൽ വിഷയത്തിൽ ഇടപെട്ട് വേദനയോടെ നിൽക്കുന്ന സമയത്ത്, സേവ് അർജുൻ പറയുന്ന സമയത്ത് ഇവിടെ നിന്ന് അവിടെ സഹായിക്കുന്ന ഈ ലോറിയുടെ ഉടമയെ പോലീസ് മർദ്ദിക്കുന്നു എന്നുകൂടി കേട്ടപ്പോൾ നമുക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ആരോടാണ് പറയേണ്ടത്? ഇവിടെ ഭരിക്കുന്നവരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ത് വിലയാണ് ഇവർ കാണിക്കുന്നത്, ഇവർ കൊടുക്കുന്നത്? ഇതൊരു VIP അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ആയിരുന്നെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ സർക്കാരുകൾ ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്താണ് കൂടുതൽ ഇപ്പോൾ അവിടേക്ക് പോകണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടാവും? അല്ല, തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തന രീതിയിൽ ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ മറ്റുള്ള സംവിധാനങ്ങളോ ഇവരെ നിയമ നടപടികളോ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന് ഉത്തരപ്പെട്ടവർ ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള ഒരു അനുമതി തരിക, അവിടെ കയറാനുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നിട്ട് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി രഞ്ജിത്ത്, രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ് എന്നടക്കമാണ് ഈ ലോറി ഡ്രൈവർമാർ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.